ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നുണക്കുഴി എന്ന മൂവിയാണ്. സ്വന്തം കിടപ്പറ രംഗങ്ങൾ പകർത്തിയ ലാപ്ടോപ്പ് നഷ്ടപ്പെടുകയും അത് തിരിച്ചെടുക്കാൻ കഷ്ടപ്പെടുന്ന നായകനെയുമാണ് ഈ ഒരു മൂവിയിൽ നമ്മൾ കാണാൻ പോകുന്നത്. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് രാത്രിയിൽ രണ്ടുപേര് സ്കൂട്ടിയിൽ ഒരു തട്ടുകടയിലേക്ക് വരുന്നതാണ്. അതേസമയം തട്ടുകടയിൽ ബീഫ് ചാറിന്റെ പേരിൽ കുറച്ച് ആൾക്കാർ ചേർന്ന് അടി ഉണ്ടാക്കുന്നു. ഇതിനിടയിലേക്കാണ് ഇവർ രണ്ടുപേരും വരുന്നത്. അറിയാതെ ആ അടിയിൽ ഇവരും പെട്ടുപോകുന്നു. അതിലൊരാളുടെ കയ്യിൽ ഒരു ലാപ്ടോപ്പ് ഇരിക്കുന്നതും നമുക്ക് കാണാം. ഇനി കഥ കുറച്ച് ബാക്കിലേക്ക് പോവുകയാണ്. നമ്മുടെ നായകനായ എബി സക്രിയ പൂഴിക്കുന്നൽ ഗ്രൂപ്പ് എന്ന് പറയുന്ന കമ്പനിയുടെ MD ആയിരുന്നു. അവന്റെ അച്ഛൻ സക്രിയ അടുത്തിടെ സുഖമില്ലാതെ മരിച്ചതാണ്. അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് ആഗ്രഹമായിരുന്നു അവനെ വിവാഹം കഴിച്ച് കാണണമെന്ന്. അങ്ങനെയാണ് എബി റിമിയെ വിവാഹം കഴിക്കുന്നത്. എബിയുടെ കുട്ടിക്കളി ഇപ്പോഴും മാറിയിട്ടുണ്ടായിരുന്നില്ല. എപ്പോ നോക്കിയാലും വൈഫിനെയും കെട്ടിപ്പിടിച്ച റൂമിൽ തന്നെ ഇരിപ്പായിരുന്നു. അവന് കുറച്ച് മെച്യൂരിറ്റി വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അവന്റെ അമ്മ ഓഫീസിലേക്ക് അവനെ അയക്കുന്നത്. എന്നാൽ ഓഫീസ് കാര്യങ്ങളിലൊന്നും അവൻ വലിയ ശ്രദ്ധ കൊടുത്തില്ല. മാനേജറായ മൂർത്തിയായിരുന്നു എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. അവൻ എപ്പോഴും വൈഫിനെ കോൾ ചെയ്തുകൊണ്ടേയിരിക്കും. അന്നും പതിവ് പോലെ അവൻ റിമിയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഞാനിപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന്. അവരുടെ കിടപ്പറ രംഗങ്ങൾ അവൻ തന്നെ അവന്റെ പേഴ്സണൽ ലാപ്ടോപ്പിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് കേട്ട് റിമിക്ക് ദേഷ്യം വരുന്നു. ഞാൻ നിന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ചെയ്യരുതെന്ന്. വീണ്ടും വീണ്ടും എന്തിനാ അങ്ങനെ കാണിക്കുന്നതെന്ന് അവനോട് ചോദിക്കുന്നു. എന്നാൽ മറ്റാരുടെയും അല്ല, നമ്മുടെ തന്നെയല്ലെന്നാണ് അവൻ പറയുന്നത്. അവനത് ഇടയ്ക്കിടയ്ക്ക് കണ്ടാസ്വദിക്കുന്നത് ഇഷ്ടമുള്ള കാര്യമായിരുന്നു. പക്ഷെ പെട്ടെന്നാണ് ആ ഓഫീസിലേക്ക് ഒരു റെയ്ഡ് വരുന്നത്. ഇൻകം ടാക്സ് ഓഫീസറായ ബാമകൃഷ്ണന്റെ നേതൃത്വത്തിലാണ് ആ റെയ്ഡ് നടക്കുന്നത്. എന്നാൽ റെയ്ഡ് എന്ന് കേട്ടിട്ട് എബിക്ക് ഒരു കൂസലുമില്ലായിരുന്നു. കാരണം അവന് കമ്പനി കാര്യത്തിൽ അത്ര ഇൻട്രസ്റ്റ് ഒന്നും തന്നെയില്ല. മൂർത്തി എല്ലാം നോക്കിക്കോളും, മൂർത്തിയോട് സംസാരിച്ചാൽ മതി എന്നാണ് അവൻ പറയുന്നത്. പക്ഷെ അവർ അവസാനമായിട്ട് പോകുന്നതിന് മുമ്പ് അവന്റെ പേഴ്സണൽ ലാപ്ടോപ്പ് കൂടി എടുക്കുകയാണെന്ന് പറയുമ്പോഴാണ് അവൻ ആകെ ഞെട്ടിത്തരിക്കുന്നത്. അത് കൊണ്ടുപോകാൻ പറ്റില്ലെന്നും എന്റെ പേഴ്സണൽ ഫോട്ടോസും എന്റെ മാരേജ് ഫോട്ടോസും ഒക്കെ അതിലുണ്ട്, അതാരും കാണുന്നത് തനിക്ക് ഇഷ്ടമല്ല എന്ന് അവൻ കള്ളം പറയുന്നു. എന്നാൽ അവരതൊന്നും തന്നെ കേൾക്കുന്നില്ല. ലാപ്ടോപ്പ് അവൻ തരാതെ പിടിച്ചു വെച്ചിരിക്കുന്ന കാരണം അവർക്ക് സംശയം തോന്നുന്നു കമ്പനിയുടെ എന്തെങ്കിലും ഇല്ലീഗൽ ആക്ടിവിറ്റി അതിലുണ്ടായിരിക്കുമെന്ന്. അത് കാരണം അവർ നിർബന്ധപൂർവ്വം ആ ലാപ്ടോപ്പ് പിടിച്ചു വാങ്ങിക്കൊണ്ട് പോവുകയാണ്. അതിന്റെ പാസ്വേഡും അവന്റെ കയ്യിൽ നിന്ന് അവർ വാങ്ങുന്നു. പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾ നോക്കാൻ നിൽക്കില്ല എന്ന് തന്നെയാണ് ബാമകൃഷ്ണൻ പറയുന്നത്. എന്നാലും എബിക്ക് ഉള്ളിൽ പേടിയായിരുന്നു. കാരണം അവന്റെയും റിമയുടെയും ബെഡ്റൂം രംഗങ്ങളെല്ലാം തന്നെ അതിലുണ്ട്. ബാമകൃഷ്ണനാകട്ടെ ആ ലാപ്ടോപ്പും കൊണ്ട് തന്റെ ഫ്ളാറ്റിലേക്ക് പോവുകയായിരുന്നു. ആ സമയത്താണ് അയാളുടെ അനന്തരവൻ നവീൻ അയാളെ കോൾ ചെയ്യുന്നത്. നവീൻ ഒരു തിരക്കഥാകൃത്തായിരുന്നു. അവന്റെ പുതിയ തിരക്കഥ ആക്ടറായ സുന്ദർനാഥിനെയും പ്രൊഡ്യൂസ് സാഗറിനെയും പറഞ്ഞു കേൾപ്പിക്കാൻ വേണ്ടി പോകാനിരിക്കുകയാണ്. സുന്ദർനാഥ് സാറിന് ഇൻകം ടാക്സിന്റെ ഒരു കേസ് ഉണ്ട്. അതിനെപ്പറ്റി അമ്മാവനോടൊന്ന് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്നും അവൻ പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യ്, വരുന്ന വഴിക്ക് ഞാൻ നിന്നെ പിക്ക് ചെയ്യാം, നമുക്ക് രണ്ടുപേർക്കും കൂടെ അയാളെ പോയി കാണാമെന്നാണ് ബാമകൃഷ്ണൻ പറയുന്നത്. അതിനിടെ ആകെ ടെൻഷനായിട്ട് എബി വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അവനും അമ്മയും സംസാരിക്കുന്നിടയിൽ റിമി മനസ്സിലാക്കുന്നുണ്ട് അവന്റെ ലാപ്ടോപ്പ് ഓഫീസേഴ്സ് കൊണ്ടുപോയി എന്ന്. അതിന്റെ പേരിൽ അവൾ എബിയുമായിട്ട് ഒരുപാട് വഴക്കിടുന്നു. 100 പ്രാവശ്യം പറഞ്ഞതാ ആ വീഡിയോ ക്ലിപ്പ് എല്ലാം ഡിലീറ്റ് ചെയ്ത് കളയാൻ. കൊണ്ടുപോയി ഓഫീസേഴ്സ് എന്തായാലും ഇത് നോക്കും, കൂട്ടുകാരെ വിളിച്ച് കാണിക്കും, എന്റെ മാനം പോകും. പണ്ട് ഇതുപോലെ കോളേജിൽ പഠിച്ചപ്പോൾ ഒരുത്ത എന്റെ ഫോട്ടോ മോർഫ് ചെയ്ത് എന്റെ അച്ഛന് അയച്ചു കൊടുത്ത്. അത് കാരണമാണ് എന്റെ പഠിപ്പ് നിർത്തി എന്നെ കെട്ടിച്ചയച്ചത്. നീ എന്ത് കാണിച്ചിട്ടാണേലും ശരി, ഇന്ന് തന്നെ ആ ലാപ്ടോപ്പ് എനിക്ക് തിരിച്ചു കിട്ടണമെന്നാണ് അവള് പറയുന്നത്. ഇല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യുന്നു പറഞ്ഞ് അവൾ ഭീഷണിപ്പെടുത്തുന്നു. അവസാനം റിമിക്ക് വേണ്ടിയിട്ട് അവൻ ആ ലാപ്ടോപ്പ് എങ്ങനെയെങ്കിലും തിരിച്ചു വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങുകയാണ്. അപ്പോഴേക്കും ബാമകൃഷ്ണൻ നവീനെ പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ബാമകൃഷ്ണൻ എബിയുടെ കയ്യിൽ നിന്നും എടുത്ത ലാപ്ടോപ്പ് അയാളുടെ വണ്ടിയുടെ ബാക്ക് സീറ്റിലുണ്ട്. നവീന്റെ കയ്യിലാകട്ടെ അതേ മോഡലിൽ ലാപ്ടോപ്പ് തന്നെയാണ് ഉണ്ടായിരുന്നത്. അവൻ ആ തിരക്കഥയും അവന്റെ ലാപ്ടോപ്പും ബാക്ക് സീറ്റിലേക്ക് വെക്കുന്നു. എന്നാൽ ഒരു വണ്ടിക്ക് സൈഡ് കൊടുക്കുന്നതിനിടയിൽ ഇവരുടെ വണ്ടി ചെറുതായിട്ടൊന്ന് ആടി ഉലയുകയും അങ്ങനെ നവീന്റെ തിരക്കഥയാകട്ടെ നേരെ പോയി എബിയുടെ ലാപ്ടോപ്പിന്റെ മുകളിലേക്ക് വീഴുകയും ചെയ്യുന്നു. ആ സീൻ അവിടെ കട്ടായിട്ട് അടുത്തത് ഒരു കോടതി രംഗമാണ് കാണിക്കുന്നത്. അവിടെ രഞ്ജിത്ത് എന്ന് രശ്മിത എന്ന് പറയുന്ന രണ്ടുപേരുടെ ഡിവോഴ്സ് കേസ് നടക്കുകയാണ്. ഇവർ രണ്ടുപേരുടെയും കോമൺ ഫ്രണ്ടായ ഒരു ഡെന്റിസ്റ്റ് ആയ ദേവൻ എന്ന ഡോക്ടറാണ് രഞ്ജിത്തിന് വേണ്ടി രശ്മിതയ്ക്കെതിരെ മൊഴി കൊടുക്കുന്നത്. രശ്മിതയുടെ കൂടെ രഞ്ജിത്തിന് നല്ലൊരു ജീവിതമല്ല ഉണ്ടായിരുന്നതെന്നും രശ്മിത വളരെയധികം മദ്യപാനിയാണെന്നും അങ്ങനെ ഒരിക്കൽ മദ്യപിച്ച് ബോധം കെട്ട് വീണ് അവളുടെ പല്ല് പോയിട്ട് എന്റെ അടുത്താണ് ശരിയാക്കാൻ വന്നതെന്നും ഒക്കെ ദേവൻ പറയുന്നു. എന്നാൽ അതെല്ലാം തന്നെ കള്ളമായിരുന്നു. ആ കേസിന് രഞ്ജിത്തിന് മുൻതൂക്കം കിട്ടാൻ വേണ്ടിയിട്ടാണ് ദേവൻ ഇങ്ങനെ കള്ളം പറയാൻ തുടങ്ങിയത്. രശ്മിത ആകെ ദേഷ്യത്തിലായിരുന്നു. അവരുടെ അന്നത്തെ ഹിയറിംഗ് കഴിഞ്ഞ ശേഷം രഞ്ജിത്തും രശ്മിതയും അവരവരുടെ വഴിക്ക് പോയി. അതേസമയം തന്റെ ഫ്ളാറ്റിലെത്തിയ ബാമകൃഷ്ണനാകട്ടെ കാറിന്റെ ബാക്ക് സീറ്റിൽ നിന്നും എടുക്കുന്നത് എബിയുടെ ലാപ്ടോപ്പ് ആയിരുന്നില്ല. അയാൾ അറിയാതെ നവീന്റെ ലാപ്ടോപ്പ് മാറി എടുത്തുകൊണ്ട് പോകുന്നു. എബി ആകട്ടെ ബാമകൃഷ്ണന്റെ നിന്ന് ലാപ്ടോപ്പ് തിരിച്ചു വാങ്ങാൻ വേണ്ടിയിട്ട് അയാളുടെ ഓഫീസിൽ ചെന്നെങ്കിലും അയാൾ അവിടെ ഇല്ലാന്ന് മനസ്സിലാക്കി. അങ്ങനെ അയാളുടെ ഫ്ളാറ്റിന്റെ അഡ്രസ്സും വാങ്ങി അങ്ങോട്ടേക്ക് പോവുകയാണ്. എന്നാൽ അപ്പോഴേക്കും ബാമകൃഷ്ണനും നവീനും ചേർന്നിട്ട് സുന്ദർനാഥിന്റെ അടുത്ത് കഥ പറയാൻ വന്നിട്ടുണ്ടായിരുന്നു. അവര് സെൽഫി എടുക്കലും കഥ പറയലും ഒക്കെ ആരംഭിച്ചിരുന്നു. അതിനിടയ്ക്ക് എബി ബാമകൃഷ്ണന്റെ നമ്പറിലേക്ക് വിളിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കോള് വരുന്ന കാരണം അയാൾ അത് എടുക്കാതെ ഫ്ലൈറ്റ് മോഡിലിട്ട് വെക്കുന്നു. അത് കാരണം എബി വിളിച്ചിട്ട് ബാമകൃഷ്ണനെ കിട്ടുന്നുണ്ടായിരുന്നില്ല.
അടുത്ത സീനിൽ കാണിക്കുന്നത് ദേവന്റെ ക്ലിനിക്കാണ്. ദേവന്റെ ക്ലിനിക്കിലേക്ക് മായ എന്ന് പറയുന്ന ഒരു പെണ്ണ് വരുന്നുണ്ട്. ഇവർ രണ്ടുപേരും വിവാഹിതരാണ്. എന്നാൽ പോലും ഇവർക്കിടയിൽ ചെറിയൊരു കണക്ഷൻ ഉണ്ട്. തങ്ങളുടെ പാർട്ട്നേഴ്സ് അറിയാതെ ഇവരൊരു ബന്ധം പുലർത്തുന്നുണ്ടായിരുന്നു. എന്റെ ഹസ്ബൻഡിന് എന്നെ സംശയം തോന്നാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് മായ അയാളോട് പറയുന്നു. ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവിടേക്ക് ഒരു കാർ വരുന്നത്. ഇന്ന് അപ്പോയിന്റ്മെന്റ് ഒന്നും തന്നെ ഇല്ലാത്ത കാരണം ഇതാരാണെന്ന് ദേവൻ പേടിക്കുന്നു. പെട്ടെന്ന് തന്നെ ദേവൻ മായയെ അവിടെ ഉണ്ടായിരുന്ന റൂമിലേക്ക് കയറ്റിയിട്ട് ആ റൂം പുറത്തുനിന്ന് പൂട്ടി താക്കോൽ അവിടെ മാറ്റിവെക്കുന്നു. തനിക്കെതിരെ കോടതിയിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞതിന് ദേവനോട് വഴക്കിടാനാണ് രശ്മിത വന്നത്. കയ്യിലൊരു മദ്യക്കുപ്പിയും ഉണ്ടായിരുന്നു. ഞാൻ മദ്യപാനിയാണെന്ന് പറഞ്ഞിട്ടല്ലേ നിങ്ങൾ കോടതിയിൽ എന്നെ നാണം കെടുത്തിയത്, അതുകൊണ്ട് ഇതെല്ലാം നിങ്ങൾ തന്നെ കുടിക്കണമെന്ന് പറഞ്ഞിട്ട് അവനെ അടിച്ച് താഴെ ഇട്ടിട്ട് അവന്റെ വായിലേക്ക് മദ്യം ഒഴിച്ചു കൊടുക്കുന്നു. ഇതെല്ലാം തന്നെ അകത്തു നിന്ന് മായ കാണുന്നുണ്ടായിരുന്നു. എന്നാൽ അവൾ ഒന്നും മിണ്ടാതെ അവിടെ ഒളിച്ചിരിക്കുകയാണ്. അത്രയും മദ്യം ഉള്ളിലേക്ക് ചെന്ന കാരണം ദേവൻ ആകെ അബോധാവസ്ഥയിലായിരുന്നു. രശ്മിത അപ്പോഴും അവന്റെ അടുത്ത് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് വഴക്കുണ്ടാക്കുകയാണ്. അതിനിടയിൽ ബോധം കെട്ടവൻ താഴേക്ക് വീഴുന്നു. ആ വീഴ്ചയിൽ അവന്റെ തല പോയി ഇടിക്കുകയും തലയിൽ നിന്നും രക്തം വരികയും ചെയ്യുന്നു. ഇത് കണ്ട് രശ്മിത ശരിക്കും പേടിക്കുന്നു. അവൻ മരിച്ചു എന്ന് പേടിച്ച് അവൾ അവിടെ നിന്നും ഇറങ്ങി ഓടുന്നു. ഇതെല്ലാം കണ്ട് ഉള്ളിൽ നിന്ന് മായ ആകെ പേടിച്ചിരിക്കുകയാണ്. രശ്മിത പോയതും ജനലിലൂടെ ദേവനെ വിളിക്കാൻ ശ്രമിച്ചിട്ടും ദേവൻ ഉണരുന്നുണ്ടായിരുന്നില്ല. മുറി പുറത്തുനിന്ന് പൂട്ടിയിരിക്കുന്ന കാരണം മായ ഉള്ളിൽ പെട്ടുകിടക്കുകയാണ്. ബാമകൃഷ്ണനും ഗ്യാങ്ങും ആകട്ടെ അവിടെ മദ്യപാനം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എബി ബാമകൃഷ്ണന്റെ ഫ്ളാറ്റിലെത്തുന്നു. എന്നാൽ അവിടുത്തെ സെക്യൂരിറ്റീസ് പറയുന്നുണ്ട് അയാൾ ഓഫീസിൽ നിന്നും ഇവിടെ വന്നിട്ട് വീണ്ടും തിരിച്ചു പോയി എന്ന്. അതേ ഫ്ളാറ്റിൽ തന്നെയാണ് രശ്മിതയും താമസിക്കുന്നത്. താൻ കാരണം ദേവൻ മരിച്ചല്ലോ എന്ന് ആലോചിച്ച് അവൾ ആകെ ടെൻഷനിലായിരുന്നു. എന്തായാലും രഞ്ജിത്തുമായിട്ട് ഡിവോഴ്സ് ആകാൻ പോവുക, അതിന്റെ കൂടെ ഇതും കൂടിയായി. ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലാന്ന് അവൾക്ക് തോന്നുന്നു. അവൾ തന്റെ ആത്മഹത്യാക്കുറിപ്പ് എഴുതുകയാണ്. എന്നിട്ട് ഒരു കുപ്പി മദ്യം എടുത്തുകൊണ്ട് വന്ന് അത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് അതിലേക്ക് ചെടികൾ കടിക്കുന്ന കീടനാശിനി കൂടി ഒഴിക്കുന്നു. അത് കുടിച്ച് മരിക്കാനായിരുന്നു അവളുടെ പ്ലാൻ. മരിക്കുന്നതിന് മുമ്പ് തന്റെ ഹസ്ബൻഡ് രഞ്ജിത്തിന് അവൾ കുറച്ച് വോയിസ് ഇടുന്നുണ്ട്. ഇത്രയും കാലം താൻ എന്നോട് ചെയ്തതെല്ലാം ഞാൻ സഹിച്ചു. ഇന്ന് കോടതിയിൽ വെച്ച് എനിക്ക് വലിയ അപമാനമാണ് ഉണ്ടായത്. അതുകൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവുക. പക്ഷെ ഞാൻ ആത്മഹത്യ ചെയ്താലും നിങ്ങളെ വെറുതെ വിടില്ല. നിങ്ങളുടെ പേര് എഴുതി വെച്ചിട്ട് ഞാൻ മരിക്കൂ എന്ന് പറഞ്ഞിട്ട് അവൾ ആ വോയിസ് കംപ്ലീറ്റ് ആക്കുന്നു. അപ്പോഴേക്ക് സമയം രാത്രിയായി. എബി അപ്പോഴും ആ ഫ്ളാറ്റിന്റെ പുറത്ത് തന്നെയുണ്ട്. ബാമകൃഷ്ണൻ തിരിച്ചു വന്നിട്ടില്ല. അയാൾ എന്തായാലും ലാപ്ടോപ്പ് ഇവിടെ കൊണ്ടുവച്ചിട്ടായിരിക്കും പോയിരിക്കുന്നത്. അവൻ ബാമകൃഷ്ണന്റെ ഫ്ളാറ്റിൽ കയറി ആ ലാപ്ടോപ്പ് അടിച്ചു മാറ്റാൻ തീരുമാനിക്കുന്നു. എന്നാൽ അവന്റെ ആ ശ്രമം പാളിപ്പോകുന്നു. ആൾക്കാർ കള്ളൻ എന്ന് പറഞ്ഞിട്ട് ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി. ഈ ബഹളം കേട്ട് രശ്മിതയും പുറത്തേക്ക് ഇറങ്ങുന്നു. ആ നേരത്ത് ആൾക്കാരുടെ കണ്ണെല്ലാം വെട്ടിച്ച് എബി നേരെ തുറന്നു കിടന്ന രശ്മിതയുടെ ഫ്ളാറ്റിലേക്കാണ് കയറുന്നത്. ഓടി ദാഹിച്ചു വന്ന കാരണം അവൻ ആ ഗ്ലാസ്സിൽ ഒഴിച്ചു വെച്ചിരുന്ന മദ്യം എടുത്ത് കുടിക്കുകയും ചെയ്യുന്നു. കുറച്ചു സമയം കഴിയുമ്പോൾ രശ്മിത ഡോർ തുറന്ന് അകത്തേക്ക് വരുന്നു. ഈ സൗണ്ട് കേട്ടതും അവൻ പെട്ടെന്ന് പേടിച്ചു പോയി അവിടെ ഉണ്ടായിരുന്ന കട്ടിലിന്റെ അടിയിൽ ഒളിച്ചിരിക്കുന്നു. കറക്റ്റ് സമയത്ത് രശ്മിതയെ രഞ്ജിത്ത് കോൾ ചെയ്യുന്നുണ്ട്. ആത്മഹത്യയുടെ കാര്യമൊക്കെ എന്തിനാ സംസാരിക്കുന്നതെന്ന് അവൻ ചോദിക്കുന്നു. അവർക്കിടയിലെ പ്രശ്നങ്ങൾ പരസ്പരം പറയുന്നതെല്ലാം തന്നെ എബി കേൾക്കുന്നുണ്ട്. രഞ്ജിത്തിന്റെ കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ട് രശ്മിത വീട്ടുകാരെല്ലാം വിട്ടിട്ട് ഇറങ്ങി വന്നതാണ്. രണ്ടുപേര് രണ്ട് കാസ്റ്റ് ആയിരുന്നു. അതിന്റെ പേരിൽ രഞ്ജിത്തിന്റെ വീട്ടുകാർക്ക് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. 1,00,000 രൂപ സാലറി ഉണ്ടായിരുന്ന രശ്മിതയുടെ ജോലി രഞ്ജിത്തിന്റെ വീട്ടുകാർ കാരണമാണ് അവൾ വേണ്ടാന്ന് വെച്ചത്. പക്ഷെ അവൾ ഇപ്പൊ ജോലി ചെയ്യുന്നത് 30,000 രൂപയ്ക്കാണ്. നിങ്ങളും നിങ്ങളുടെ വീട്ടുകാരും കാരണം എന്റെ കരിയർ തന്നെയാണ് ഇല്ലാതായതെന്ന് അവൾ പറയുന്നു. ഇത്രയും കാലം നിങ്ങൾ എല്ലാവരും എന്നെ ഇൻസൾട്ട് ചെയ്തത് ഞാൻ സഹിച്ചു. എന്നാൽ ഇന്ന് കോടതിയിൽ വെച്ച് നടന്നത് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് താൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണെന്നാണ് അവൾ പറയുന്നത്. എന്നാൽ രഞ്ജിത്ത് പറയുന്നുണ്ട് കോടതിയിൽ വെച്ച് ദേവൻ അങ്ങനെ പറഞ്ഞത് ആ വക്കീലിന്റെ ബുദ്ധിയായിരുന്നു. അതൊന്നും തനിക്കറിയാവുന്ന കാര്യം പോലും അല്ല. ശരിക്കും നമുക്ക് ഡിവോഴ്സ് ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല. നമ്മളൊന്ന് സംസാരിച്ച തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അതുകൊണ്ട് നീ സമാധാനമായിട്ടിരിക്കാനും നമുക്കിത് സംസാരിച്ച് തീർക്കാമെന്നുമാണ് രഞ്ജിത്ത് പറയുന്നത്. എന്നാൽ ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതിനേക്കാൾ വലിയൊരു ഇഷ്യൂ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ജീവിച്ചിരിക്കാത്തത് നല്ലതെന്ന് അവൾ പറയുന്നു. രഞ്ജിത്ത് കാര്യം അന്വേഷിക്കുമ്പോൾ അവൾ ദേവന്റെ ഓഫീസിൽ വെച്ച് നടന്ന കാര്യങ്ങളെല്ലാം തന്നെ അവനോട് പറയുന്നു. താൻ കാരണം ദേവൻ മരിച്ചു എന്ന് അവൾ പറയുന്നു. ഇത് കേട്ട് എബിയും ഞെട്ടി. എന്നാൽ രഞ്ജിത്ത് പറയുന്നുണ്ട് അവൻ മരിച്ചു എന്ന് നിനക്ക് തോന്നുന്നതാ, ചിലപ്പോ അങ്ങനൊന്നും ഉണ്ടായിരിക്കില്ല. അവന്റെ ക്ലിനിക്കിൽ CCTV ക്യാമറ ഇല്ല. നീ അങ്ങോട്ട് പോകുന്നത് ആരും കണ്ടിട്ടുമില്ലല്ലോ. അതുകൊണ്ട് നീ ഒന്നുകൊണ്ട് പേടിക്കേണ്ടെന്ന് നീ പിടിക്കപ്പെട്ടില്ല എന്നുമാണ് രഞ്ജിത്ത് പറയുന്നത്. പക്ഷെ ഞാൻ ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് മദ്യത്തിൽ വിഷം കലക്കി വെച്ചിരിക്കുകയാണെന്നാണ് അവൾ പറയുന്നത്. ഇത് കേട്ട് എബി ഞെട്ടി. കാരണം ആ മദ്യമാണല്ലോ അവൻ എടുത്ത് കുടിച്ചത്. എന്നാൽ നീ ആത്മഹത്യ ഒന്നും ചെയ്യേണ്ട കാര്യമില്ലെന്നും ഞാൻ ദേവന്റെ ക്ലിനിക്കിലേക്ക് പോവുകയാണെന്നും രഞ്ജിത്ത് പറയുന്നു. അതുവരെ സമാധാനമായിട്ടൊന്നും ഇരിക്കാനാണ് അവൻ ആവശ്യപ്പെടുന്നത്. അവന്റെ കോള് കട്ടായതും താൻ കുടിച്ചത് വിഷമാണല്ലോ എന്ന് ആലോചിച്ചിട്ട് എബി ചാടി പുറത്തിറങ്ങുന്നു. രശ്മിക നിലവിളിക്കാൻ തുടങ്ങിയതും അവളുടെ വാ പോയി പൊത്തിപ്പിടിക്കുന്നു. താൻ ഒരു കമ്പനിയുടെ MD ആണെന്നും താൻ പറയുന്നത് കേൾക്കണമെന്നും അവൻ പറയുന്നുണ്ട്. താൻ അബദ്ധവശാൽ ഈ ഫ്ളാറ്റിൽ വന്ന് പെട്ടതാണ്. നിങ്ങൾ ഒഴിച്ചു വെച്ചിരുന്ന മദ്യം ഞാൻ എടുത്ത് കുടിക്കുകയും ചെയ്തു. എന്നിട്ട് വീണ്ടും ഈ ഗ്ലാസ് റീഫിൽ ചെയ്ത് വെച്ചതാണ് ഞാൻ. എനിക്കിപ്പോ ആകെ നെഞ്ചുവേദനയും വയറുവേദനയും ഒക്കെ എടുക്കുന്നുണ്ട്. എന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനാണ് അവൻ ആവശ്യപ്പെടുന്നത്. ഉള്ള പ്രശ്നങ്ങൾ പോരാഞ്ഞിട്ട് ഇനിയൊരു പ്രശ്നം കൂടി വന്നല്ലോ എന്ന് ആലോചിച്ച് നിൽക്കുകയാണ് രശ്മിത. എന്നാൽ പുറത്താകട്ടെ അവനെയാണ് ആൾക്കാർ കള്ളൻ എന്ന് പറഞ്ഞ് തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ അവസ്ഥയിൽ അവൻ പുറത്തോട്ടിറങ്ങി കഴിഞ്ഞാൽ ആൾക്കാർ തന്നെ പിടിക്കുകയും ചെയ്യും. എങ്ങനെയെങ്കിലും എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ അവൻ അവളുടെ കാല് പിടിക്കുന്നു. കീടനാശിനി ആയതുകൊണ്ട് തന്നെ അവള് കുറെ ഉപ്പും മഞ്ഞപ്പൊടിയെല്ലാം കലക്കി അവന് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവന്റെ ആ ഡ്രസ്സൊക്കെ മാറ്റി രഞ്ജിത്തിന്റെ പഴയ ഒരു ടീഷർട്ട് എടുത്ത് അവന് കൊടുക്കുന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടാക്കുന്ന കാര്യം ഞാൻ ഏറ്റു. പക്ഷെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ എന്നെ അറിയാവുന്ന രീതിയിൽ നിൽക്കാൻ പാടില്ല. അങ്ങനെ അവർ രണ്ടുപേരും ലിഫ്റ്റിൽ അറിയാത്ത മട്ടിലാണ് നിൽക്കുന്നത്.
എബി ആകട്ടെ ക്യാമറയ്ക്ക് മുഖം കൊടുക്കുന്നുണ്ടായിരുന്നില്ല. അതേസമയം കള്ളൻ എവിടെ പോയി എന്ന് അവരെല്ലാവരും ചേർന്ന് CCTVയിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. രശ്മിതയുടെ കൂടെ ആരോ മുഖം മറച്ചു നിൽക്കുന്നത് അവർ ശ്രദ്ധിക്കുന്നുണ്ട്. ലിഫ്റ്റ് താഴേക്ക് വരുന്ന കണ്ട് അവരെല്ലാം താഴേക്ക് ഓടിച്ചെല്ലുന്നു. എന്നാൽ രശ്മിതയാകട്ടെ തന്ത്രപൂർവ്വം എബിയെ തന്റെ കാറിന്റെ ഡിക്കിയിലേക്കാണ് ഇടുന്നത്. ഓടി വന്ന ആൾക്കാരെ നോക്കുമ്പോൾ അവിടെ എബിയെ കാണുന്നില്ല. നിങ്ങളുടെ കൂടെ ലിഫ്റ്റിൽ വന്ന ആൾ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അയാൾ അങ്ങോട്ട് പോയി എന്ന് അവൾ കൈ ചൂണ്ടിക്കാണിക്കുന്നു. അങ്ങനെ അവരെല്ലാവരും അങ്ങോട്ട് പോകുന്നു. കുറച്ചു ദൂരം എബിയെ ഡിക്കിയിലിട്ട് തന്നെയാണ് അവൾ മുന്നോട്ട് പോകുന്നത്. അതിനുശേഷം ഒരിടത്ത് വണ്ടി നിർത്തി അവനെ കാറിന്റെ മുൻ സീറ്റിലേക്ക് ഇരുത്തുന്നു. ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിയാകട്ടെ എബി കാറിൽ വോമിറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്ത് പോലീസ് ചെക്കിംഗ് ഉണ്ടായിരുന്നു. ഇവരുടെ വരവ് കണ്ടിട്ടും എബിയുടെ അവസ്ഥ കണ്ടിട്ടും അവൻ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. ഇതിന്റെ ഹസ്ബൻഡ് ആണെന്നും അയാൾ മദ്യപിച്ചിട്ടുണ്ടെന്നും താൻ മദ്യപിച്ചിട്ടില്ലെന്നുമാണ് അവള് പറയുന്നത്. വണ്ടി ഓടിച്ചിരുന്നത് അവളായതുകൊണ്ട് തന്നെ CI അവളോട് പോയിക്കൊള്ളാൻ പറയുന്നു. സീൻ അവിടെ നിന്ന് കട്ടായിട്ട് സുന്ദർനാഥനെയാണ് കാണിക്കുന്നത്. അയാൾക്കൊരു കോള് വരുന്നുണ്ടായിരുന്നു. ആ കോൾ അറ്റൻഡ് ചെയ്തിട്ട് വന്നിട്ട് അയാൾ ആകെ സങ്കടത്തിലായിരുന്നു. കാര്യം അന്വേഷിച്ചപ്പോ മറ്റുള്ളവരോട് അയാൾ പറയുന്നുണ്ട് എന്റെ വൈഫിനെ ഈയിടെയായിട്ട് തനിക്ക് സംശയമുണ്ടെന്ന്. അവൾ ആരെയോ കാണാൻ പോകുന്നുണ്ട്. അതിനുവേണ്ടി ഒരാളെ ഞാൻ അവളുടെ പുറകെ വിട്ടിട്ടുണ്ടായിരുന്നു. അയാളാണ് ഇപ്പൊ എന്നെ ഫോൺ ചെയ്തത്. അവളൊരു ക്ലിനിക്കിലേക്ക് കയറി പോയിട്ട് ഇതുവരെയും തിരിച്ചു വന്നിട്ടില്ല. ഒരുപാട് നേരമായിട്ട് അവിടെ തന്നെയാണ്. ശരിക്കും ഈ സുന്ദർനാഥിന്റെ വൈഫിന്റെ പേര് മായ എന്നായിരുന്നു. ഈ മായ തന്നെയാണ് ദേവന്റെ ക്ലിനിക്കിലുള്ളത്. അവളെ കുറിച്ചാണ് സുന്ദർനാഥ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവൾ ആ റൂമിനകത്ത് അകപ്പെട്ടിരിക്കുകയാണെന്ന് ഇയാൾക്ക് അറിയില്ലല്ലോ. അവളെ ആ ഡോക്ടറെയും കൈയോടെ പൊക്കണമെന്ന് അയാൾ പറയുന്നുണ്ട്. അവനെ ഇടിക്കാൻ ഞങ്ങളും വരാമെന്ന് പറഞ്ഞിട്ട് സുന്ദർനാഥിന്റെ കൂടെ ബാമകൃഷ്ണനും സാഗരനും പോകുന്നു. ആകെ അവശനിലയിലായ നവീനാകട്ടെ താൻ വീട്ടിലേക്ക് പോവുകയാണെന്നും പറയുന്നുണ്ട്. അപ്പോഴേക്കും രശ്മിത എബിയെ ഹോസ്പിറ്റലിൽ എത്തിച്ചിരുന്നു. എബി വിഷം കഴിച്ചതാണെന്ന് മനസ്സിലായപ്പോൾ ഡോക്ടേഴ്സ് പോലീസിനെ വിളിക്കുന്നുണ്ട്. ഞാൻ പോവാണെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകാൻ നോക്കിയതും ഡോക്ടർ അവളെ പിടിച്ചു നിർത്തുന്നു. ഈ വിവരവും നേരത്തെ അവള് വഴിയിൽ കണ്ട CIയുടെ അടുത്താണ് എത്തുന്നത്. കോൺസ്റ്റബിൾമാര് CI വിളിച്ചിട്ട് പറയുന്നുണ്ട് നേരത്തെ ഒരു ഫ്ളാറ്റിൽ നിന്നും കള്ളം കയറിയെന്ന് പറഞ്ഞിട്ട് നമുക്ക് പരാതി കിട്ടിയിരുന്നല്ലോ. അതേ ഫ്ളാറ്റിൽ നിന്നാണ് വിഷം കഴിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരാളെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നതെന്ന്. ആ സമയത്ത് രശ്മിക രഞ്ജിത്തിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് ദേവന്റെ ക്ലിനിക്കിലോട്ട് പോകാൻ നിൽക്കേണ്ട, ഞാൻ പറയുന്ന ഹോസ്പിറ്റലിലേക്ക് വരാൻ. ഇവിടെ ആകെ ഇഷ്യൂ ആയിട്ടിരിക്കുകയാണെന്ന്. ഹോസ്പിറ്റലിൽ വെച്ച് CI രശ്മിതയെ കണ്ടപ്പോൾ നേരത്തെ റോഡിൽ വെച്ച് കണ്ടത് നിങ്ങളെ തന്നെയല്ലേ എന്ന് അവളോട് ചോദിക്കുന്നു. ആണെന്ന് അവൾ പറയുന്നുണ്ട്. അവളുടെ ഹസ്ബൻഡ് എന്തിനാ വിഷം കഴിച്ചെന്ന് അയാൾ ചോദിക്കുന്നു. എന്നാൽ കുറെ നേരം ചോദ്യമൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അവൾ കുറെ സത്യങ്ങളൊക്കെ തുറന്നു പറയുന്നു. അയാൾ എന്റെ ഹസ്ബൻഡ് അല്ല എന്ന്. എനിക്ക് അയാളെ അറിയത്ത് പോലുമില്ല. അയാൾ ഫ്ളാറ്റിലേക്ക് ഓടിക്കയറി വന്നിട്ട് വിഷം കഴിച്ചിട്ടുണ്ട്, എന്നെ എങ്ങനെയെങ്കിലും ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്ന് പറഞ്ഞതേ ഉള്ളൂ. ഞാൻ അയാളെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. എന്റെ ഫ്ളാറ്റിൽ താൻ തനിക്ക് കുടിക്കാൻ വേണ്ടി ഒഴിച്ചു വെച്ച വിഷമാണ് എബി എടുത്ത് കുടിച്ചതെന്നുള്ള കാര്യം അവൾ അപ്പോഴും മറച്ചു വെക്കുന്നുണ്ട്. അപ്പോഴേക്കും ഫ്ളാറ്റില് എബി കയറിന്റെ ഫൂട്ടേജ് CIക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഫ്ളാറ്റിൽ കയറിയ കള്ളനും ഇവൻ തന്നെയാണെന്ന് അവർക്ക് മനസ്സിലായി. അങ്ങനെ അവർ എബിയോട് പോയി പറയുന്നുണ്ട് കക്കാൻ കയറിയതിന് മാത്രമല്ല ആ പെണ്ണിനെ കയറി പിടിച്ചതിനും നിന്റെ പേരിൽ കേസ് എടുക്കും. താൻ കക്കാനൊന്നും കയറിയതല്ലെന്ന് അവൻ പറയുന്നു. രശ്മിത സ്വയം രക്ഷയ്ക്ക് വേണ്ടിയിട്ട് CIയോട് മുഴുവൻ കള്ളത്തരമാണ് പറഞ്ഞിരിക്കുന്നതെന്ന് അവന് മനസ്സിലായി. അവൻ അതിന്റെ പേരിൽ തർക്കിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ രശ്മിതയുടെ ഹസ്ബൻഡ് രഞ്ജിത്ത് അവിടേക്ക് വരുന്നു. താൻ ഒരാളെ കാണാൻ വേണ്ടിയിട്ട് ഫ്ളാറ്റിലേക്ക് പോയതെന്ന് CIയോട് എബി പറയുന്നുണ്ട്. എന്നാൽ CI പറയുന്നുണ്ട് രശ്മിത പറഞ്ഞത് ഇങ്ങനെയല്ല, മോഷ്ടിക്കാൻ കയറിയ നിന്നെ ആൾക്കാർ പിടിക്കുന്ന ഇപ്പൊ നീ വിഷം കഴിച്ചിട്ട് രശ്മിതയുടെ ഫ്ളാറ്റിൽ കയറിയെന്നാണ്. രശ്മിത തന്നെ കുടുക്കിയിട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കണമെന്ന് മനസ്സിലാക്കിയ എബി പറയുന്നുണ്ട് ഞാൻ ശരിക്കും രശ്മിതയെ കാണാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ട് പോയതെന്ന്. അവളാണ് എന്നെ ഫ്ളാറ്റിലേക്ക് വിളിച്ചു വരുത്തിയതെന്ന്. ഞാനും അവളും തമ്മിൽ കുറച്ച് കാലമായിട്ട് റിലേഷൻഷിപ്പിലാണെന്ന്. താൻ എബിക്കിട്ട് കൊടുത്ത പണി എബി തനിക്ക് തിരിച്ചു തരികയാണെന്ന് രശ്മിതയ്ക്ക് മനസ്സിലായി. രശ്മിതയും രഞ്ജിത്തും തമ്മിലുള്ള ഇഷ്യൂസ് എല്ലാം തന്നെ അവരുടെ ഫോൺ കോൾസിലൂടെ എബി മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ അതെല്ലാം അവൻ പോലീസുകാരോട് പറയുന്നു. അപരിചിതരാണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ഒരിക്കലും രശ്മിതയെ കുറിച്ച് അറിയില്ലല്ലോ. എന്നാൽ രശ്മിത തറപ്പിച്ച് പറയുന്നുണ്ട് ഇവൻ ഞങ്ങൾ സംസാരിക്കുന്ന കേട്ടിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം പറയുന്നതെന്ന്. പക്ഷെ അപ്പോഴും എബി പറയുന്നുണ്ട് ഞാനും അവളും തമ്മിൽ ബന്ധം ഉണ്ടായതുകൊണ്ടാണ് അവളുടെ ഹസ്ബൻഡ് ടീഷർട്ട് അവൾ എനിക്ക് ഇടാൻ പോലും തന്നത്. എബി തനിക്കിട്ട് പണിയുകയാണെന്ന് രശ്മിതയ്ക്ക് മനസ്സിലായി. അത് കാരണം അവൾ അടുത്ത് അടവെടുക്കുന്നു. ഇയാളെ എനിക്ക് അറിയത്തില്ല, ഞാൻ എന്റെ ഫ്ളാറ്റില് ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡ്രിങ്ക്സിൽ പോയിസൺ കലക്കി വെച്ചത്. കള്ളം കയറിയ പേരില് ആൾക്കാരെ ബഹളം ഉണ്ടാക്കിയപ്പോൾ ഞാൻ പുറത്തേക്ക് പോയി. ആ സമയത്ത് ഇവൻ അകത്ത് കയറി ആ ഡ്രിങ്ക്സ് എടുത്ത് കുടിച്ചു. അതാണ് സംഭവിച്ചത്. പക്ഷെ എബി അത് നിഷേധിക്കുന്നു. ഞാൻ അവളെ കാണാൻ വേണ്ടി തന്നെ പോയതാണെന്നാണ് പറയുന്നത്. ബാമകൃഷ്ണന്റെ ഫ്ളാറ്റില് ആ ലാപ്ടോപ്പ് എടുക്കാനാണ് താൻ പോയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലാപ്ടോപ്പിലുള്ള വീഡിയോ പറ്റിയും എല്ലാ കാര്യങ്ങളും പോലീസുകാരോട് പറയേണ്ടി വരും. അതവൻ മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ രശ്മിതയുടെ പേര് അവൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എബി വീണ്ടും സത്യം മറച്ചു വെക്കുന്ന കണ്ടിട്ട് രശ്മിത അവനിട്ട് വീണ്ടും പണി കൊടുക്കാൻ നോക്കുകയാണ്. ഞാൻ ഈ പറയുന്നതാണ് യഥാർത്ഥ സത്യം എന്ന് അവള് പറയുന്നു. എബി പറഞ്ഞ പോലെ ഞാനും എബിയും തമ്മിൽ ഇഷ്ടത്തില്ല. ഞാനും രഞ്ജിത്തും ഡിവോഴ്സ് ആവാൻ പോവുക. എന്നാൽ കോടതിയിൽ വെച്ചിട്ട് രഞ്ജിത്തിന്റെ ഫ്രണ്ട് എനിക്കെതിരെ മോശമായിട്ട് മൊഴി കൊടുത്തു. ആ ദേഷ്യത്തില് രഞ്ജിത്തിന്റെ ഫ്രണ്ടായ ഡോക്ടർ ദേവന്റെ ക്ലിനിക്കിലേക്ക് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പോവുകയും അവിടെ ദേവനുമായിട്ടുണ്ടായ തർക്കത്തിൽ എബിയുടെ കൈകൊണ്ട് ദേവൻ മരിക്കുകയും ചെയ്തു. ആ വിഷമത്തിലും സങ്കടത്തിലുമാണ് ഞാൻ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചത്. ഈ കഥ കേട്ട് ശരിക്കും എബി ഞെട്ടിപ്പോയി. അവസാനം കളിച്ച് കളിച്ച് കളി കൈവിട്ടു പോകുവാണെന്ന് മനസ്സിലായി എബി പറയുന്നുണ്ട് ഇവളി പറയുന്നത് കള്ളമാണെന്ന്. എനിക്ക് ഇവളെ അറിയത്ത പോലുമില്ല. ഞാൻ ശരിക്കും ഫ്ളാറ്റിൽ കയറിയത് ഇവളെ കാണാനല്ല. ആ കാര്യം എനിക്ക് സാറിനോട് മാത്രമായിട്ട് തുറന്നു പറയണം. അങ്ങനെ എബി തന്റെ ലാപ്ടോപ്പിന്റെ കഥ CIയോട് മാത്രം പറയുന്നുണ്ട്. പക്ഷെ രഞ്ജിത്ത് അപ്പോഴും രശ്മിതയെ വഴക്ക് പറയുകയാണ്. നീ എന്തിനാ ദേവന്റെ കാര്യമൊക്കെ ഇങ്ങനെ എബിയുടെ തലയിൽ കെട്ടിവെച്ച് പോലീസുകാരുടെ മുൻപിൽ അവതരിപ്പിച്ചതെന്ന്. എങ്ങനെ
എങ്ങനെയെങ്കിലും ആ കേസ് ഞാൻ ഒതുക്കി തീർക്കാൻ നോക്കുകയാണ്. പക്ഷെ രശ്മിത പറയുന്നുണ്ട് ഇത് ഇവന്റെ തലയിൽ ഇരിക്കുന്നതാ നല്ലതെന്ന്. ഒടുവിൽ CIക്ക് കാര്യം ക്ലിയർ ആയി. എബി എന്തിനാണ് ആ ഫ്ളാറ്റിലേക്ക് കയറിയതെന്ന്. എബി ആ CIയോട് പറയുന്നുണ്ട്, സാർ എങ്ങനെയെങ്കിലും ആ ലാപ്ടോപ്പ് എനിക്ക് തിരിച്ചു വാങ്ങി തരികയാണെങ്കിൽ ഞാൻ എത്ര രൂപ വേണമെങ്കിലും സാറിന് തരാമെന്ന്. അങ്ങനെ അവര് തമ്മിൽ ഒരു ഡീല് ഫിക്സ് ചെയ്യുന്നു. പക്ഷെ അപ്പോഴും രശ്മിത പറഞ്ഞ ആ കൊലപാതകത്തെ പറ്റി അയാൾക്ക് ഡൗട്ട് തോന്നിയിരുന്നു. അവൾക്ക് ഈ ഡിപ്രഷനൊക്കെ കാരണം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഹാലൂസിനേഷൻ ഒക്കെ വരാറുണ്ട്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തോന്നുന്നതൊക്കെ വിളിച്ചു പറയും, അല്ലാണ്ട് അതിലൊന്നും തന്നെ സത്യമില്ലാന്ന്. എന്നാൽ രശ്മിത വീണ്ടും പറയുകയാണ് അതാണ് സത്യമെന്ന്. എന്തായാലും ആ സത്യം ഒന്ന് അന്വേഷിച്ചിട്ടേ ഉള്ള കാര്യം എന്ന് വിചാരിച്ചിട്ട് SIയും കൂട്ടരും അങ്ങോട്ടേക്ക് പോകാൻ തീരുമാനിക്കുന്നു. SI പോകുന്നതിന് മുൻപ് തന്നെ രഞ്ജിത്ത് വണ്ടി എടുത്തിട്ട് ദേവന്റെ ക്ലിനിക്കിലേക്ക് പോകുന്നു. അതേസമയം തന്റെ വൈഫ് ദേവന്റെ ക്ലിനിക്കിലേക്ക് കയറിയിട്ട് ഇതുവരെയും തിരിച്ചു വരാത്ത കാരണം ദേവനെ അടിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയായിരുന്നു സുന്ദർനാഥും സംഘവും. ദേവന്റെ ക്ലിനിക്കിലേക്ക് ആദ്യം എത്തുന്നത് സുന്ദർനാഥും സംഘമായിരുന്നു. അയാളെ കണ്ടതും അയാളുടെ വൈഫ് മായ അവിടെ പേടിച്ചിരിക്കുകയായിരുന്നു. ഇവര് വരുമ്പോ തറയിൽ കിടക്കുന്ന ദേവനെയാണ് കാണുന്നത്. ഇവർ മൂന്നുപേരും നന്നായിട്ട് മദ്യപിച്ചിരിക്കുന്ന കാരണം ദേവനും മദ്യപിച്ച് ബോധമില്ലാതെ കിടക്കുകയാണെന്നാണ് അവർ വിചാരിക്കുന്നത്. എന്തായാലും ഇവനെ എടുത്തുകൊണ്ടുപോയി എവിടെയെങ്കിലും കൊണ്ടിട്ട് നല്ല പണി കൊടുക്കാം എന്ന് വിചാരിച്ചിട്ട് അവർ അവനെ എടുത്തുകൊണ്ട് അവരുടെ കാറിന്റെ ഡിക്കിയിലേക്ക് ഇടുന്നു. സുന്ദർനാഥ് സംഘവും അവിടുന്ന് പോയി കഴിയുമ്പോഴാണ് രശ്മിതയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് രഞ്ജിത്ത് അവിടേക്ക് വരുന്നത്. അവൻ വന്ന് നോക്കുമ്പോ ദേവനെ കാണുന്നില്ല. ദേവൻ എവിടെ പോയി എന്ന് അവൻ ആലോചിക്കുന്നു. പക്ഷെ അവിടെ ബ്ലഡും കുറെ സാധനങ്ങളും എല്ലാം തട്ടിമറിഞ്ഞ് കിടപ്പുണ്ടായിരുന്നു. അവൻ അതെല്ലാം ക്ലിയർ ചെയ്യുന്നു. ആ സമയത്താണ് ഉള്ളിൽ നിന്നും മായ അവനെ വിളിക്കുന്നത്. അവളെ കണ്ടതും ശരിക്കും രഞ്ജിത്ത് പേടിച്ചു. ഏതോ ഒരു സ്ത്രീ വന്ന് ദേവനുമായിട്ട് പ്രശ്നം ഉണ്ടാക്കിയതാണെന്ന്. ഈ ഡോറിന്റെ താക്കോൽ അവിടെ ഉണ്ട്, അതൊന്നും എടുത്ത് ഇതൊന്ന് തുറന്നു തരുമോന്ന് അവള് ചോദിക്കുന്നു. അവനത് എടുക്കാൻ പോകുമ്പോഴേക്കും അവിടെ പോലീസ് ജീപ്പ് വന്നിട്ടുണ്ടായിരുന്നു. തന്നെ തൽക്കാലം ഞാൻ പിന്നെ പുറത്തിറക്കാമെന്ന് അവൻ പറയുന്നുണ്ട്. എന്നിട്ട് പോലീസുകാർ അകത്തേക്ക് കടക്കുന്നതിന് മുൻപ് തന്നെ അവൻ പോയി പുറത്തു നിൽക്കുന്നു. CI വന്നിറങ്ങിയ ഉടനെ രഞ്ജിത്തിനോട് ചോദിക്കുന്നുണ്ട്, ഇവര് പറഞ്ഞ പോലെ ആ ദേവന്റെ ബോഡി അകത്തുണ്ടോന്ന് താൻ പോയി നോക്കിയോന്ന്. ഞാൻ അകത്തോട്ട് കയറിയിട്ടില്ലെന്നാണ് രഞ്ജിത്ത് പറയുന്നത്. അങ്ങനെ അവരെല്ലാവരും ചേർന്നിട്ട് അവിടെ ചെല്ലുമ്പോഴാകട്ടെ ദേവന്റെ ബോഡി അവിടെ ഇല്ല. ഇത് കണ്ട് രശ്മിതയും ഞെട്ടി. പക്ഷെ ഞാൻ കണ്ടതാണ്, ഇവിടെ രക്തം ഉണ്ടായിരുന്നു, ദേവന്റെ ബോഡി ഉണ്ടായിരുന്നു, ഇവിടെ എല്ലാ സാധനങ്ങളും തട്ടിമറിഞ്ഞ് കിടന്നതാണെന്നൊക്കെ അവൾ പറയുന്നു. ഇവൾ ഈ സത്യങ്ങളെല്ലാം വിളിച്ചു പറയുന്ന കാരണം രഞ്ജിത്തിന് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. രഞ്ജിത്ത് പറയുന്നുണ്ട് ഇവളെല്ലാം ഹാലുസിനേറ്റ് ചെയ്യുന്നതാ, ഇവൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഡിപ്രഷൻ വരുമ്പോൾ ഉള്ള പ്രശ്നം, അതുകൊണ്ട് സാർ ഇതൊന്നും കാര്യമാക്കണ്ടെന്ന്. രഞ്ജിത്ത് പറയുന്ന കേട്ട് CIക്കും അത് അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. അങ്ങനെ അവരെല്ലാവരും അവിടെ നിന്നും തിരിച്ചു പോവുകയായിരുന്നു. അതേസമയം ദേവന് രണ്ടിടിയും കൊടുത്തിട്ട് അവനെ റോഡിലിട്ടിട്ട് പോകാമെന്ന് വിചാരിച്ച് അവനെയും കൊണ്ട് ഒരു പാലത്തിന്റെ മുകളിൽ നിൽക്കുകയായിരുന്നു സുന്ദർനാഥ്. ഡിക്കി തുറന്നപ്പോഴാണ് സാഗരം പറയുന്നത് ഇവൻ മരിച്ചുപോയി എന്ന്. ഇത് കേട്ടതും എല്ലാവരും പേടിക്കുന്നു. തങ്ങൾ കുടുങ്ങിയെന്ന് അവർക്ക് മനസ്സിലായി. ആ സമയത്ത് ദൂരെ നിന്നും പോലീസ് ജീപ്പ് വരുന്നത് കാണുകയും രാമകൃഷ്ണൻ താനിതിലൊന്നും പെട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നേരെ നടന്നു പോകുന്നു. സുന്ദർനാഥും സാഗരനും ആകെ പെട്ട അവസ്ഥയിലായി. പോലീസുകാര് എബിയും കൂട്ടരെയും കൊണ്ടാണ് അതുവഴി വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ വരുന്ന വഴിക്ക് എബി ആകട്ടെ രാമകൃഷ്ണനെ കാണുന്നുണ്ട്. അയാളെ കണ്ട ഉടനെ മറ്റു പോലീസുകാർ കേൾക്കാതെ അവൻ CIയോട് പറയാൻ ശ്രമിക്കുന്നുണ്ട്, ഇതാണ് ഞാൻ ലാപ്ടോപ്പിന്റെ കാര്യം പറഞ്ഞ രാമകൃഷ്ണൻ എന്ന്. എന്നാൽ CI അതേസമയം സിനിമാ നടനായ സുന്ദർനാഥിനെ വഴിയിൽ വെച്ച് കണ്ടതിന്റെ സന്തോഷത്തിലായിരുന്നു. സാർ എന്താ ഇവിടെ നിൽക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് CI അവരോട് സംസാരിക്കുന്നുണ്ട്. അമ്മ കാറ്റുകൊള്ളാൻ ഇറങ്ങിയതാണെന്ന് അയാൾ പറയുന്നു. മദ്യപിച്ച സ്ഥിതിക്ക് ഇനി വാഹനം ഓടിക്കണ്ടെന്നാണ് CI പറയുന്നത്. അതൊന്നും സാരമില്ല എന്ന് പറഞ്ഞെങ്കിലും CI അതിന് സമ്മതിക്കുന്നില്ല. ഇതിനിടയിലെല്ലാം തന്നെ എബി CIയോട് പറയാൻ ശ്രമിക്കുന്നുണ്ട് രാമകൃഷ്ണൻ അങ്ങോട്ട് നടന്നു പോയിട്ടുണ്ടെന്ന്. എന്നാൽ CI ഇതൊന്നും ചെവി കേൾക്കുന്നില്ല. സുന്ദർനാഥും സാഗരനും ആകെ ടെൻഷനിലായിരുന്നു. കാരണം ആ കാറിന്റെ ഡിക്കിയിലാണല്ലോ ദേവന്റെ ബോഡി കിടക്കുന്നത്. തങ്ങള് വണ്ടി എടുക്കണ്ടെന്ന് പറയുകയാണെങ്കിൽ ഈ കൂട്ടത്തിലുള്ള വേറെ ആരെങ്കിലും വണ്ടി എടുത്തുകൊണ്ട് പോകും. എങ്ങാനും ആ ബോഡി കണ്ടു കഴിഞ്ഞാൽ ഇവർ പെടും. അതുകൊണ്ട് സാഗറിന് വേറൊരു ഐഡിയ തോന്നുന്നുണ്ട്. ഇവരെല്ലാം സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതിനിടയ്ക്ക് അയാൾ പോയി അയാളുടെ കുറച്ച് ഗ്യാങ്സിനെ ഫോൺ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇന്ന നമ്പറിലുള്ള വണ്ടി ഈ ഏരിയ വഴി കടന്നു പോകുമ്പോ അതിന്റെ ഡിക്കിയിൽ ഒരു സാധനമുണ്ട്, അത് കൈയോടെ എടുത്ത് എവിടെയെങ്കിലും കൊണ്ടുപോയി കളഞ്ഞേക്കണമെന്നാണ് പറയുന്നത്. അത് ഡെഡ് ബോഡി ആണെന്നുള്ള കാര്യം സാഗരൻ തുറന്നു പറയുന്നില്ല. ആ സാധനം എന്താണെങ്കിലും എടുത്ത് കളഞ്ഞേക്കാനാണ് പറയുന്നത്. രാമകൃഷ്ണനെ താൻ കണ്ടു എന്ന് CIയോട് പറഞ്ഞിട്ടും അയാൾ വിശ്വസിക്കാത്ത കാരണം എബി ഈ തർക്കത്തിന്റെ ഇടയ്ക്ക് സുന്ദർനാഥിന്റെ കാറും എടുത്തിട്ട് രാമകൃഷ്ണന്റെ പിറകെ പോകുന്നു. ഇത് കണ്ടതും സുന്ദർനാഥിന്റെ കിളി പോയി. എബി ആ കാറ് നേരെ തൊട്ടടുത്തൊരു പെട്രോൾ പമ്പിലേക്ക് പെട്രോൾ അടിക്കാൻ കയറ്റുന്നുണ്ട്. എന്നിട്ട് അവിടെ എല്ലാം പോയി രാമകൃഷ്ണനെ അന്വേഷിക്കുന്നു. അയാളൊരു ഓട്ടോയ്ക്ക് കൈ കാണിച്ചു നിൽക്കുകയായിരുന്നു. അയാളോട് പോയി അവൻ സംസാരിക്കുന്നുണ്ട്. രാവിലെ സാർ എന്റെ ലാപ്ടോപ്പ് കൊണ്ടുപോയതിനെ പറ്റിയും അതെനിക്ക് തിരിച്ചു വേണമെന്നതിനെ പറ്റിയും. സാർ ആ പാലത്തിൽ നിന്ന് നടന്നു വരുന്നത് ഞാൻ കണ്ടിരുന്നു. പാലത്തിൽ വെച്ച് അവരുടെ കൂടെ താൻ നിൽക്കുന്നത് എബി കണ്ടോ എന്ന് അയാൾക്ക് പേടി തോന്നുന്നുണ്ട്. എന്നാൽ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല എന്ന് മനസ്സിലായപ്പോ സാരമില്ല, നീ എന്നെ വീട്ടിൽ കൊണ്ടുപോയാൽ മതി, ഞാൻ ആ ലാപ്ടോപ്പ് എടുത്തു തരാമെന്ന് പറയുന്നു. അങ്ങനെ കാറിലോട്ട് കയറാൻ വരുമ്പോഴാണ് എബിയുടെ കയ്യിൽ കാശില്ല എന്നുള്ള കാര്യം അവൻ ഓർക്കുന്നത്. അവൻ പേഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. രാമകൃഷ്ണനോട് ഈ പെട്രോളിന്റെ കാശൊന്ന് കൊടുക്കാമെന്ന് അവൻ ചോദിക്കുന്നു. അയാൾ തന്റെ കാർഡ് എടുത്തു കൊടുക്കുന്നു. കാർഡ് സ്വൈപ്പ് ചെയ്ത് കഴിയുമ്പോഴാണ് അയാൾ ആ കാർ ശ്രദ്ധിക്കുന്നത്. അത് സുന്ദർനാഥിന്റെ കാറായിരുന്നു. അയാൾ അതിൽ കയറാതെ ഇറങ്ങി ഓടാനാണ് ശ്രമിക്കുന്നത്. പക്ഷെ അപ്പോഴാണ് ഒരു കാര്യം അയാൾ ഓർത്തത്. ഈ കാറിന് വേണ്ടിയാണ് താനിപ്പോ പെട്രോൾ അടിക്കാൻ തന്റെ കാർഡ്
സ്വൈപ്പ് ചെയ്തിരിക്കുന്നത്. അത് കാരണം ഇഷ്യൂ എന്തായാലും വരും. പിറകിലെല്ലാം വണ്ടി വന്ന് കിടക്കുന്ന കാരണം കാർ എടുത്തുകൊണ്ട് പോയേ പറ്റൂ. അങ്ങനെ വേറെ നിവൃത്തിയില്ലാതെ അയാൾ എബിയുടെ കൂടെ കാറിലേക്ക് കയറുന്നു. അവർ പരസ്പരം സംസാരിക്കുന്നതിനിടയിൽ ഇതുവരെ സംഭവിച്ച കാര്യങ്ങളെല്ലാം എബി പറയുന്നുണ്ട്. ഫ്ളാറ്റിൽ മോഷ്ടിക്കാൻ കയറിയതും രശ്മിതയെ കണ്ടതും അവൻ ഹോസ്പിറ്റലിൽ എത്തിയതും പിന്നെ രശ്മിത ഒരു കള്ളക്കഥ ഉണ്ടാക്കി ദേവന്റെ മരണത്തെ പറ്റി പറഞ്ഞതുമെല്ലാം. ഇതെല്ലാം കേട്ടതോടുകൂടി ബാലകൃഷ്ണന്റെ കിളി പോയി. അയാൾ അയാളുടെ സൈഡിലെ കഥ കൂടി പറയുന്നു. അത് കേട്ടതും എബിയുടെയും കിളി പോയി. അതിനർത്ഥം അവർ രണ്ടുപേരും ഇരിക്കുന്ന ആ കാറിന്റെ ഡിക്കിയിൽ തന്നെയാണ് ദേവന്റെ മൃതദേഹം കിടക്കുന്നത്. ഇതിപ്പോൾ അവർക്ക് തന്നെ പണിയാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ആരെങ്കിലും കാണുന്നതിന് മുമ്പ് ഈ ബോഡി എവിടെയെങ്കിലും കൊണ്ട് കളയണം. അവര് കുറച്ചു ദൂരം മുന്നോട്ട് പോയ ശേഷം റോഡ് സൈഡിൽ ഒരു ചെളി നിറഞ്ഞ സ്ഥലത്ത് ദേവനെ കൊണ്ടിടുന്നു. ദേവനെ അവിടേക്ക് എടുത്തിട്ടപ്പോഴാണ് അവർ ശ്രദ്ധിക്കുന്നത് അയാൾക്ക് ജീവനുണ്ടെന്ന്. തലയിടിച്ച് വീണത് കാരണം അയാൾ ബോധം കെട്ട് കിടക്കുകയായിരുന്നു. ആ സമയം കൊണ്ട് പോലീസുകാർ പോയ തക്കം നോക്കി രഞ്ജിത്ത് ആകട്ടെ മായയെ ആ റൂമിൽ നിന്ന് പുറത്തിറക്കി കൊണ്ടുപോയിരുന്നു. മായയുടെ അടുത്ത് നിന്നും ദേവനും മായയും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് രഞ്ജിത്ത് മനസ്സിലാക്കി. തന്റെ തിരക്കഥ സിനിമയാകുന്നത് നടക്കില്ല എന്നുള്ള വിഷമത്തില് നവീൻ തന്റെ വീട്ടിലേക്ക് തിരിച്ചു വരികയായിരുന്നു. ആ സമയത്ത് അവൻ കടം വാങ്ങിയ കുറച്ച് ആൾക്കാർ അവനോട് പൈസ തിരിച്ചു വാങ്ങിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അവരുമായിട്ടുള്ള തർക്കത്തിനിടയ്ക്ക് കാശ് കൊടുക്കാത്ത കാരണം അവന്റെ കയ്യിലിരുന്ന ലാപ്ടോപ്പ് അവർ വാങ്ങിക്കൊണ്ടു പോകുന്നു. യഥാർത്ഥത്തിൽ ബാലകൃഷ്ണന്റെ കാറിൽ വെച്ചിട്ട് ലാപ്ടോപ്പ് മാറി എബിയുടെ ലാപ്ടോപ്പ് നവീന്റെ കയ്യിലായിരുന്നു ഇരുന്നിരുന്നത്. ഇപ്പൊ ഈ പലിശക്കാരൻ വാങ്ങിച്ചുകൊണ്ട് പോയിരിക്കുന്നത് എബിയുടെ ലാപ്ടോപ്പാണ്. ഈ രണ്ടുപേരെ തന്നെയാണ് സിനിമയുടെ തുടക്കത്തിൽ കാണിച്ചത്. ഒരു തട്ടുകടയിലേക്ക് കയറി ചെല്ലുന്നതും അടിയുണ്ടാക്കുന്നതും. അപ്പോഴേക്കും ബാലകൃഷ്ണൻ തന്റെ ഫ്ളാറ്റിൽ പോയിട്ട് എബിയുടെ ലാപ്ടോപ്പ് ആണെന്ന് കരുതി നവീന്റെ ലാപ്ടോപ്പ് എടുത്ത് അവന്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. തന്റെ ലാപ്ടോപ്പ് തിരിച്ചു കിട്ടിയ സന്തോഷത്തിലായിരുന്നു എബി. തന്നെ ഈ കാറിൽ തന്നെ ആ ബീച്ച് ഹൗസിൽ കൊണ്ടുവിടാനാണ് ബാലകൃഷ്ണൻ പറയുന്നത്. അയാളുടെ കാർ അവിടെ കിടക്കുകയായിരുന്നു. എന്നാൽ അവരങ്ങനെ പോകുന്ന വഴിക്കാകട്ടെ നേരത്തെ സാഗരം വിളിച്ചു പറഞ്ഞിട്ട് കുറച്ച് ഗുണ്ടകൾ കാറിന്റെ ഡിക്കിയിലുള്ള സാധനം എടുക്കാൻ വരുന്നു. അവരിവരെ പേടിപ്പിച്ചിട്ട് കാറിന്റെ ഡിക്കി തുറന്നു നോക്കുമ്പോൾ അതിലൊന്നും കാണുന്നില്ല. ബാക്കിൽ നോക്കുമ്പോഴാകട്ടെ ഒരു ലാപ്ടോപ്പ് ആണ് കാണുന്നത്. സാഗരം പറഞ്ഞത് ചിലപ്പോൾ ഈ ലാപ്ടോപ്പിനെ പറ്റിയായിരിക്കും എന്ന് കരുതിയിട്ട് അവർ ആ ലാപ്ടോപ്പും കൊണ്ടുപോകുന്നു. എബി വീണ്ടും പെട്ടു. അവൻ ആ ലാപ്ടോപ്പ് തിരിച്ചു വാങ്ങിക്കാൻ ഇവരുടെ പിറകെ പോവുകയാണ്. ആ സമയം വഴിയിൽ കിടന്ന ദേവനാകട്ടെ ബോധം വരികയും അയാൾ പതിയെ എഴുന്നേറ്റ് തൊട്ടടുത്തുള്ള തട്ടുകടയിലേക്ക് വരികയും ചെയ്യുന്നു. അവിടെ ഉണ്ടായിരുന്ന വെള്ളം ഉപയോഗിച്ച് തന്റെ ശരീരത്തിലെ ചെളിയെല്ലാം അയാൾ കഴുകി കളയായിരുന്നു. ആ സമയത്താണ് ബീഫ് ചാറിന്റെ പേരിൽ അവിടെ അടി നടക്കുന്നത്. ആ തട്ടുകടയിലേക്ക് നവീന്റെ കയ്യിൽ നിന്ന് ലാപ്ടോപ്പും വാങ്ങി വന്ന രണ്ടുപേരും വന്നിട്ടുണ്ടായിരുന്നു. ഈ അടിയിൽ അവരും അറിയാതെ പെട്ടുപോകുന്നു. അവിടെ കഴിച്ചുകൊണ്ടിരുന്ന ഗുണ്ടകൾ കൈ കിട്ടി എല്ലാവരും എടുത്തിട്ട് അടിക്കുന്നു. ലാപ്ടോപ്പും കൊണ്ടുപോയ ആൾക്കാരെ പിടിക്കാൻ വേണ്ടിയിട്ട് എബി അവരുടെ പിറകെ പോവുകയാണ്. ആ സമയത്ത് വഴിയിൽ യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് വണ്ടി നിർത്തിയിട്ടിരുന്ന സിയും കൂട്ടരും ഇത് കാണുന്നു. അവരും എബിയുടെ പിറകെ വെച്ച് പിടിക്കുന്നു. കാറിൽ നിന്ന് എടുത്ത സാധനം ഏതെങ്കിലും കായൽ കളയാനായിരുന്നു ഗുണ്ടകളോട് സാഗരം പറഞ്ഞിരുന്നത്. അതുകൊണ്ട് അവർ ആ ലാപ്ടോപ്പിൽ ഒരു കല്ല് വെച്ച് കെട്ടി കായലിലേക്ക് എടുത്തെറിയാൻ വേണ്ടി പോവുകയാണ്. ഒരു പാലത്തിന്റെ മുകളിലെത്തിയതും ഗുണ്ടകൾ കാറിൽ നിന്നിറങ്ങി ആ ലാപ്ടോപ്പ് എടുത്ത് കായലിലേക്ക് എറിയുന്നു. തന്റെ ലാപ്ടോപ്പ് പോയി എന്ന് പറഞ്ഞിട്ട് എബിയും കായലിലേക്ക് എടുത്ത് ചാടുന്നു. എന്നാൽ ആ ലാപ്ടോപ്പ് ആകട്ടെ ഒരു വലയിൽ കുരുങ്ങി കിടക്കുകയായിരുന്നു. എബി കായലിലേക്ക് ചാടുന്ന കണ്ടുകൊണ്ടാണ് പോലീസുകാരും അവിടേക്ക് വരുന്നത്. എന്നാൽ എബിയെ താഴെ ഉണ്ടായിരുന്ന വള്ളക്കാരാണ് രക്ഷിക്കുന്നത്. അവന് നീന്തൽ അറിയില്ലായിരുന്നു. ലാപ്ടോപ്പ് പോയി എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുമ്പോൾ അവർ ആ ലാപ്ടോപ്പ് വലയിൽ നിന്നും എടുത്ത് അവന് കൊടുക്കുന്നു. അത് കണ്ടപ്പോഴാണ് അവന് സമാധാനമായത്. ആ നേരം കൊണ്ട് എബി ഓടിച്ചുകൊണ്ടിരുന്ന തന്റെ വണ്ടിയുടെ ഡിക്കിയിലുണ്ടായിരുന്ന ബോഡി എവിടെയെന്ന് സുന്ദർനാഥ് നോക്കുന്നുണ്ട്. അതവിടെ ഇല്ലാന്ന് കണ്ടപ്പോഴാണ് അയാൾക്ക് സമാധാനമായത്. ഈ സംഭവത്തിനിടയ്ക്ക് കോൺസ്റ്റബിൾ വന്നിട്ട് സിയോട് പറയുന്നുണ്ട് അടുത്തൊരു തട്ടുകടയിൽ ഒരുപാട് അടി നടന്നുവെന്നും അതിനിടയിൽ കുറച്ചുപേര് ഹോസ്പിറ്റലിലായിട്ടുണ്ടെന്നും. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ കിടക്കുന്ന ദേവനെയാണ്. പോലീസുകാര് ദേവന്റെ മൊഴി എടുക്കാൻ ചെന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ രശ്മിതയ്ക്കെതിരെ മൊഴി കൊടുക്കുകയാണെങ്കിൽ മായയുടെ കാര്യം പുറത്തു പറയുമെന്ന് രഞ്ജിത്ത് അവനെ ഭീഷണിപ്പെടുത്തുന്നു. അത് കാരണം തനിക്ക് ഈ അപകടമെല്ലാം പറ്റിയത് ആ തട്ടുകടയിലുണ്ടായ അടിയിൽ വെച്ചാണെന്നാണ് ദേവൻ പറയുന്നത്. അപ്പോഴേക്കും രാവിലെ ആയിരുന്നു. എബി നേരെ വീട്ടിലേക്ക് എത്തുന്നു. ലാപ്ടോപ്പ് കിട്ടിയ സന്തോഷമായിരുന്നു അവന്. അവനത് റിമിയുടെ കയ്യിൽ അഭിമാനത്തോടു കൂടി കൊടുക്കുന്നുണ്ട്. ഞാൻ കൊണ്ടുവരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടുവന്നിരിക്കുമെന്നും പറയുന്നു. റിമി സമാധാനത്തോടെ ആ ലാപ്ടോപ്പ് തുറന്നതും അവൾ ഞെട്ടിപ്പോകുന്നു. കാരണം അതിൽ നവീന്റെ പിക്ചറായിരുന്നു ഉണ്ടായിരുന്നത്. നവീനെ നേരത്തെ തന്നെ റിമിക്കറിയാം. കോളേജിൽ വെച്ചിട്ട് അവളുടെ ഒരു ഫോട്ടോ മോർഫ് ചെയ്ത് തന്റെ അച്ഛൻ അയച്ചു കൊടുക്കുകയും അങ്ങനെ തന്റെ പഠിപ്പ് നിർത്തി തന്റെ അച്ഛൻ തന്റെ കല്യാണം ഉടനെ നടത്താൻ കാരണക്കാരനും ഈ നവീനായിരുന്നു. അവള് ദേഷ്യത്തി അവനോട് ചോദിക്കുന്നുണ്ട് ഇത് ആരാണെന്ന്. ആ ലാപ്ടോപ്പ് തന്റേതല്ലാന്ന് മനസ്സിലാക്കിയതും എബി ആകെ വീണ്ടും പെട്ട അവസ്ഥയിലായിരുന്നു. ലാപ്ടോപ്പ് മാറിയെന്ന് റിമി അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാകും. അതുകൊണ്ട് അവൻ വെറുതെ പറയുന്നുണ്ട് അതെന്റെ ഫ്രണ്ട്, ആ ഫ്രണ്ടിന്റെ ഫോട്ടോയാണെന്ന്. അത് കേട്ടതും റിമിക്ക് ദേഷ്യം വരാൻ തുടങ്ങി. നിങ്ങൾ തമ്മിൽ അത്രയ്ക്ക് ക്ലോസ് ആണോ എന്ന് അവൾ ചോദിക്കുന്നു. ഞങ്ങൾ നല്ല ഉറ്റ സുഹൃത്തുക്കളാണെന്നാണ് എബി പറയുന്നത്. പണ്ട് ഇവർ തമ്മിൽ ഉടക്കുണ്ടാക്കുന്ന സമയത്ത് നവീൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതെങ്കിലും കാര്യത്തിൽ ഞാനൊരു സിനിമ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് വില്ലത്തി നീയായിരിക്കുമെന്ന്. തേപ്പുകാരിയായിട്ടൊരു വില്ലത്തിയായിട്ടായിരിക്കും ഞാൻ നിന്നെ ചിത്രീകരിക്കുന്നതെന്ന്. നിന്റെ സുഹൃത്തിന് എന്താ ജോലി എന്ന് അവൾ എബിയോട് ചോദിക്കുന്നു. അവന്റെ ഫോട്ടോ കണ്ടിട്ട് എബിക്ക് തോന്നിയത് അവൻ ഡയറക്ടർ ആയിട്ടാണ്. അതുകൊണ്ട് അവൻ വെറുതെ പറയുന്നുണ്ട് അവൻ ഒരു സംവിധായകനാണെന്ന്. അവൻ എടുക്കുന്ന സിനിമ ലവ് സ്റ്റോറി ആണോന്ന് അവൾ ചോദിക്കുന്നു. റിമി ചോദിക്കുന്നതിനെല്ലാം അവൻ ഓരോരോ കള്ളത്തരങ്ങൾ പറയുകയായിരുന്നു. ആ നവീനെ തനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാപ്ടോപ്പ് മാറിയ കാര്യം അവൾ അറിയും. അത് പ്രശ്നമാകണ്ടെന്ന് വിചാരിച്ചിട്ട് അവൾ ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും അവൻ ചുമ്മാ ഓരോ കള്ളങ്ങൾ പറയാൻ തുടങ്ങി. ഇത് ലവ് സ്റ്റോറിയാണെന്നും അതിനകത്ത് നായിക തേപ്പുകാരിയാണെന്നും ഒക്കെ. എന്നാൽ ഇത് കേട്ട് റിമി തെറ്റിദ്ധരിക്കുന്നു. കൂട്ടുകാരായ നവീനും എബിയും
ചേർന്നിട്ട് തന്നെ ചതിക്കുകയാണെന്ന് അവൾ വിചാരിക്കുന്നു. ആ ദേഷ്യത്തിൽ അവളാകട്ടെ എബിയെ അടിക്കുകയും ചെയ്യുന്നുണ്ട്. സീൻ അവിടെ നിന്ന് കട്ടായിട്ട് വീണ്ടും പോലീസ് സ്റ്റേഷനാണ് കാണിക്കുന്നത്. ആ തട്ടുകടയിൽ അടി നടക്കുന്ന സമയത്ത് നവീന്റെ കയ്യിൽ നിന്ന് ലാപ്ടോപ്പ് തട്ടിക്കൊണ്ടുപോയ ആൾക്കാരും ഉണ്ടായിരുന്നല്ലോ. അവരുടെ കയ്യിൽ നിന്നും ആ ലാപ്ടോപ്പ് താഴെ വീണിരുന്നു. അതിപ്പോ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുകയാണ്. തട്ടുകടയിൽ പ്രശ്നം നടക്കുന്ന സമയത്ത് ആ ലാപ്ടോപ്പ് കൊണ്ടാണ് ദേവനും അടി കിട്ടിയത്. സിഐ ആ ലാപ്ടോപ്പ് ഓണാക്കി നോക്കിയതും അയാൾക്ക് ലോട്ടറി അടിച്ച മട്ടായിരുന്നു. കാരണം അത് എബിയുടെ ലാപ്ടോപ്പാണ്. നേരത്തെ ലാപ്ടോപ്പ് തിരിച്ചു കിട്ടിയ സ്ഥിതിക്ക് തനിക്ക് തരാന്ന് പറഞ്ഞ കാശ് എവിടെയെന്ന് ചോദിച്ചപ്പോ എബി ആകട്ടെ അയാളോട് ഒരു കാശും ഇല്ലാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും പോയിരുന്നു. എബിക്കിട്ട് പണി കൊടുക്കാൻ പറ്റിയ അവസരമാണെന്ന് അയാൾക്ക് മനസ്സിലായി. അവസാനം കറങ്ങിത്തിരിഞ്ഞ് അവന്റെ യഥാർത്ഥ ലാപ്ടോപ്പ് എന്റെ കയ്യിൽ തന്നെ വന്നിരിക്കുന്നു. ഇനി എന്തായാലും ഇവൻ ഈ ലാപ്ടോപ്പ് എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചെടുക്കണമെങ്കിൽ കുറച്ച് കഷ്ടപ്പെടുമെന്നും അയാൾ മനസ്സിലാലോചിക്കുന്നു. അവിടെയാണ് ഈ മൂവി അവസാനിക്കുന്നത്. മൂവിക്ക് ഒരു സെക്കൻഡ് പാർട്ട് എന്തായാലും ഉണ്ടാകാമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ഒരു മൂവിയുടെ സ്റ്റോറി എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.